സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ കർത്താവ് നൽകി തന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവിക സന്തോഷം അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം വഴി നടത്തി. സ്തോത്രം. പാട്ടിൽ ഞാൻ പാടിയതുപോലെ ദൈവം ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളെ നടത്തുന്നതോർത്താൽ അത്ഭുതമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. സ്തോത്രം, ആമേൻ. അത് പാടുമ്പോൾ ഹൃദയത്തിനകത്ത് അറിയാതെ നന്ദിയാൽ നിറയും. ഓർത്തിടുമ്പോൾ അത്ഭുതമാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും? ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ അത് ഓർക്കുമ്പോൾ അത്ഭുതമാണെന്ന് പറയുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങളെ അവൻ ശക്തീകരിച്ചല്ലോ. നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിന്റെ പിടിയിൽ നിന്നൊക്കെ കർത്താവ് കാത്തു പരിപാലിച്ചു. ദൈവത്തിന്റെ പ്രൊവിഷൻസ് നമ്മോട് കൂടെ ഇരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. ദൈവത്തിന്റെ എല്ലാ പദ്ധതികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ആത്മീക മനുഷ്യൻ. സ്തോത്രം. എല്ലാവരുടെയും ഉള്ളിൽ ആത്മീക മനുഷ്യൻ ജീവനോടെ ഇല്ല. എന്നാൽ ഇതിനകത്ത് കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മീക മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മീക മനുഷ്യന് ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. വചനം എത്രത്തോളം നമ്മൾ അകത്താക്കുന്നുവോ അത്രത്തോളം ആത്മീക മനുഷ്യൻ ശക്തിപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക്, വചനം പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. 2, ആത്മീക മനുഷ്യന് പാനം ചെയ്യുവാൻ പരിശുദ്ധാത്മാവെന്ന പാനീയം നമ്മൾ കൊടുക്കേണ്ടത് അത്യന്തപേക്ഷിതമാണ്. നമ്മുടെ പുറത്തെ മനുഷ്യന് ഭക്ഷണവും പുറത്തെ മനുഷ്യന് വെള്ളവും നമ്മൾ കൊടുക്കുന്നത് പോലെ നമ്മുടെ അകത്തെ ആത്മീക മനുഷ്യന്റെ ബലത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ആമേൻ ദാഹമുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഭക്ഷണവും വെള്ളവും കൊടുത്താൽ മാത്രം പോരാ. നമ്മുടെ പുറത്തെ മനുഷ്യൻ ആമേൻ സ്തോത്രം ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരം എക്സർസൈസ് ചെയ്യേണ്ടത് അത്യന്തപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. നമ്മൾ നമ്മുടെ ശരീരത്തെ എക്സർസൈസ് ഇല്ലാതെ പോയാൽ എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കാതെ വെച്ചാൽ അത് അവിടെ ഇരുന്ന് സ്റ്റിഫായി പോകും, മരവിച്ചു പോകും, അല്ലെ? വളർച്ചയില്ലാതെ പോകും. അതുകൊണ്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നവരാണ്. നമ്മൾ കരങ്ങൾ നമ്മൾ ചലിപ്പിക്കുന്ന, നമ്മുടെ കാലുകൾ നമ്മൾ ചലിപ്പിക്കുന്ന, നമ്മുടെ അവയവങ്ങളെല്ലാം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പ്രവർത്തനമുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കാതിരുന്നാൽ നിർജീവമായി പോകും. അതുപോലെ അകത്ത മനുഷ്യന്റെ എക്സർസൈസ് ആണ് ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ഈ കൂടിവരവിനകത്ത് കൂടി വരുമ്പോൾ, ജീവിക്കുന്ന ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ അകത്ത മനുഷ്യൻ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശക്തിയോടെ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു വരുമ്പോൾ എന്നാ ചെയ്യുമെന്നറിയാമോ? പുറത്തുള്ള മനുഷ്യന്റെ ഇച്ഛകൾ പലതും തനിയെ പൊട്ടാൻ വേണ്ടി തുടങ്ങും. സ്തോത്രം. പണ്ട് നമ്മൾ ഈ പുറത്തെ മനുഷ്യന്റെ ഇഷ്ടത്തിനാണ് നടന്നതെങ്കിൽ അകത്ത മനുഷ്യനെ നമ്മൾ ആക്റ്റീവ് ചെയ്ത് അകത്ത മനുഷ്യന്റെ ഫുഡ് കൊടുത്ത് ബലപ്പെടുത്തിയാൽ അകത്ത മനുഷ്യൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് അവസാന റിസൾട്ട് എന്ന് പറയുന്നത് മരണഭയം പോലും നമ്മുടെ പുറത്തെ മനുഷ്യനെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം, 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 സ്തോത്രം. അവസാനത്തെ ശത്രുവായ മരണഭയമെന്ന ഏറ്റവും വലിയ സത്യം ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയാലും എത്ര പൈസ ചെലവഴിച്ചാലും നിന്റെ ആ മരണഭയം നീങ്ങത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ശക്തിയോടെ പറയട്ടെ, നിന്റെ അകത്ത മനുഷ്യൻ ശക്തിയോടെ പുഷ്ടിപ്പെടുമ്പോൾ പുറത്തെ മനുഷ്യന്റെ മരണഭയത്തെ അത് എടുത്തു മാറ്റുന്നതായി, അകത്ത് പ്രത്യാശയാൽ നിറഞ്ഞ് എന്റെ കാന്തനെ ഞാൻ കാത്തിരിക്കുമെന്നുള്ള പ്രത്യാശയാൽ പുറത്തെ മനുഷ്യനെ പോലും ശക്തീകരിക്കുന്ന തരത്തിൽ അകത്ത മനുഷ്യൻ ശക്തനായി മാറട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് അങ്ങനെ അകത്ത മനുഷ്യൻ പുഷ്ടിയോടെ ബലപ്പെട്ടാൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ഭൂപരപ്പിൽ നയിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്ന് ചിന്തിച്ചു വരുന്ന വേദപുസ്തകത്തിലേക്ക്, ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ എത്തി. സ്തോത്രം. ഇന്ന് 11-ാം അധ്യായത്തിന്റെ പകുതി ഭാഗം വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി
ആമേൻ സ്തോത്രം വായിക്കാം. നമുക്ക് 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ അതിനോടുകൂടെ ചേർത്ത് 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 11-ന്റെ 1 മതി. കർത്താവിന് മഹത്വം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ധ്യാനത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആമേൻ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണല്ലോ. കർത്താവിന് മഹത്വം. 9, 10, 11 എന്നീ 3 അധ്യായങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങളായിട്ടാണ്. 9-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ വിളിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. പൂർവപിതാക്കന്മാരെ അബ്രഹാമിൽ കൂടെ, ഇസഹാക്കിൽ കൂടെ, തന്റെ പൂർവപിതാക്കന്മാരിൽ കൂടെ ഇസ്രായേൽ എന്ന ഗോത്രത്തെ, ഇസ്രായേൽ എന്ന ജനതയെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് 9-ാം അധ്യായത്തിൽ കാണാം. സ്തോത്രം. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിന്റെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ അവിടെ കണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയാതെ ക്രിസ്തു എന്ന പാറയിങ്കൽ തട്ടി ഇടറി വീണ ഒരു ജനമായിട്ടാണ് 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ആമേൻ സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് അവിടെ വിവരിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇടറി വീണുപോയ ജനത്തിന് ഒരു ഭാവി പ്രത്യാശ ഉണ്ട്. അവർ പ്രസന്റ് സിറ്റുവേഷനിൽ, ഇസ്രായേൽ ജനം ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ ക്രിസ്തു എന്ന പാറമേൽ തട്ടി ഇടറി വീഴപ്പെട്ട ഒരു സമൂഹമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും 11-ാം അധ്യായം വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർക്കൊരു ശുഭകരമായ ഭാവിയുണ്ട്. കാരണം എന്നാന്നറിയാമോ? നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമായതുകൊണ്ടാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. സ്തോത്രം. ഒരു തലമുറ സ്തോത്രം ദൈവത്തെ അറിഞ്ഞു, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചു, ദൈവത്തിന്റെ ശബ്ദം കേട്ടു, കർത്താവിന് വേണ്ടി ശക്തിയോടെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ തലമുറകൾ ചിലത് കഴിഞ്ഞപ്പോൾ പ്രാപിച്ച ദർശനത്തിനും കേട്ട ദൈവവിളിയെയും അനുസരിച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ ചില തലമുറകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയ ഒരു തലമുറ. സ്തോത്രം. നമ്മുടെ ബൈബിളിൽ ഒന്ന് മറിച്ച് നോക്കിയാൽ പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ഇടയ്ക്ക്, എന്നാൽ എന്ന് പറഞ്ഞാൽ മലാഖി അവസാനിക്കുന്ന ഇടത്തും മത്തായി തുടങ്ങുന്നതിന്റെ ഇടയ്ക്കും കുറച്ച് ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ. സ്തോത്രം. ആമേൻ. മറിച്ച് നോക്കിയോ, കുഴപ്പമൊന്നുമില്ല. ഒരു പേപ്പർ ഉണ്ട് അവിടെ. അവിടെ നമ്മൾ മറിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പറിന്റെ വലിപ്പമേ ഉള്ളുവെങ്കിലും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഒരു പേപ്പറിന് 400 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. എത്ര വർഷമാ? 400 വർഷത്തെ ചരിത്രമാണ് ആ ഒറ്റ പേപ്പറിനകത്തുള്ളത്. ബൈബിൾ പണ്ഡിതന്മാര് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഇരുണ്ട കാലഘട്ടം എന്നാണ്. സ്തോത്രം. ഇരുണ്ട അധ്യായം. ദൈവശബ്ദമില്ലാത്ത, ദൈവിക ശുശ്രൂഷകളില്ലാത്ത, ദൈവാലയം തകർക്കപ്പെട്ട, ആരാധനകൾ നിർത്തപ്പെട്ട, യഹൂദന്മാർ പായിക്കപ്പെട്ട ഒരു ഇരുണ്ട 400 വർഷത്തെ ചരിത്രം പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് പിന്നെ പ്രകാശനം ലഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി വന്നപ്പോഴാണ് പ്രകാശനം വീണ്ടും തുടങ്ങിയത്. സ്തോത്രം. യേശുക്രിസ്തു വന്നിട്ട് ഒന്നേന്ന് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് യേശുക്രിസ്തു ഒന്നേന്ന് പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് ജനിച്ചത് ഭാഗ്യമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കാൻ പറ്റി. ജാതികളായ നമ്മുടെ മേലും കർത്താവിന് കൃപ തോന്നി എന്നുള്ളത് ഏറ്റവും വലിയ രക്ഷയാണ്. നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. ആരാണ് നമ്മൾ? പുതിയ നിയമ
വിശ്വാസികളാണ്. സ്തോത്രം. നമുക്ക് നേർച്ചയില്ല, കാഴ്ചയില്ല, പെരുന്നാളില്ല. ആമേൻ, സ്തോത്രം. അങ്ങനെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതിയ നിയമ വിശ്വാസികൾക്കില്ല. ഇല്ലല്ലോ, അല്ലേ? സ്തോത്രം. ഇല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് പല പള്ളിക്കാരും അതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. സ്തോത്രം. വചനപ്രകാരമല്ല. ദൈവത്തിന് മഹത്വം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാനുണ്ട്. സ്തോത്രം. അപ്പൊ യഥാർത്ഥമായി പുതിയ നിയമത്തിനകത്ത് നമ്മൾ വരുമ്പോൾ വിടേണ്ട പലതിനെയും എന്ത് ചെയ്യണം? വിടണം. പുതിയ നിയമത്തിനകത്ത് പഴയ നിയമത്തിലുള്ള പല ആചാരങ്ങളും ഇല്ല. പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, യഹോവയെ ആരാധിക്കണമെങ്കിൽ ശരീര സംബന്ധമായി അവന് പരിച്ഛേദന ഉണ്ടായിരിക്കണം. എന്നാൽ പുതിയ നിയമ വിശ്വാസികളുടെ ഇടയ്ക്കും ഈ യഹൂദന്മാർ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അഴിച്ചുവിട്ടു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, സ്നാനപ്പെട്ട മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? പരിച്ഛേദന കഴിക്കണമെന്ന് പറഞ്ഞ് സ്തോത്രം. ഇങ്ങനെയൊക്കെ വന്നപ്പോഴ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് 1-2 ലേഖനം തന്നെ ഇതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു? എഴുതേണ്ടി വന്നു. ഈ റോമർക്ക് എഴുതിയ ലേഖനവും എഴുതിയതൊരു ഉദ്ദേശത്തോടെയാണ്. അത് ഞാൻ ഇന്ന് പറയാം. ലേഖനം ഒന്നും വെറുതെ എഴുതിയതല്ല, കത്തൊന്നും വെറുതെ എഴുതിയതല്ല. അതിന്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ട്. ഈ റോമാലേഖനം എഴുതാനിടയായ പർപ്പസ് പറയുന്നത് ഈ 11-ാം അധ്യായത്തിലാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ ആ ഭാഗ്യം ലഭിച്ചവരാണ്. നമ്മൾ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടവരല്ല, നമ്മൾ കൃപയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. സ്തോത്രം, സ്തോത്രം. നമ്മൾ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടവരല്ല, നമ്മൾ എങ്ങനെയാ? കൃപയാൽ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കൃപ ഒന്ന്, ദൈവത്തിന്റെ സൈഡിൽ നിന്നുള്ള കൃപ, നമ്മുടെ സൈഡിൽ നിന്നുള്ള വിശ്വാസം. ഇത് രണ്ടും കൂടെ മാത്രമാണ് രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. നേർച്ച കൺവെൻഷൻ നടത്തിയത് കൊണ്ടാണോ? ഈ ആളുകള് സ്തോത്രം, ഈ നേർച്ച കൊടുത്തും കാഴ്ച കൊടുത്തും ഒക്കെ കാര്യങ്ങൾ സാധിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഇടത്ത് നിന്നാണ് എന്ത് ചെയ്തത്? പലരും ക്രിസ്തുവിനെ അറിഞ്ഞു വന്നത്. അപ്പൊ ഇതിനകത്ത് വന്നപ്പോ ഉണ്ടല്ലോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല. വാസ്തവമായിട്ടുള്ള സത്യ സുവിശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കൽ എന്ത് ചെയ്തെന്ന് അറിയാമോ? റോമാലേഖനം വായിച്ചു. അദ്ദേഹവും അന്ന് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ പള്ളിക്കകത്ത് പോയി പാപപരിഹാര ചീട്ട് വാങ്ങണം, പൈസ അടയ്ക്കണം, അച്ഛൻ പറയുന്നത് പോലെ ജീവിക്കണമെന്നാ അദ്ദേഹവും വിചാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളി എന്നാ ഇതെന്നറിയാമോ? എങ്ങനെയാണ് വേദപുസ്തക പ്രകാരം നീതീകരിക്കപ്പെടുന്നത്, പൈസ കൊടുത്തല്ല നീതീകരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പൊക്കൊണ്ടിരുന്ന ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ അദ്ദേഹം എഴുതി ഒട്ടിച്ചു. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? പള്ളിക്കാർ മുഴുവനും കൂടെ അദ്ദേഹത്തെ പുറത്താക്കി. ദൈവം ഇങ്ങനെ ഓരോരുത്തരെ ഓരോ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പകൽക്കാലം എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദൈവജനം നമ്മളും മാർട്ടിൻ ലൂതർ വായിച്ച അതേ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 10 അധ്യായമാണ് ഇപ്പൊ പഠിച്ച് കഴിഞ്ഞത്. ഈ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചതിന് ശേഷം വീണ്ടും പഴയ പ്രവർത്തനങ്ങളിലേക്കും പഴയ വിട്ടിട്ട് വന്ന സാധനങ്ങളിലേക്കും തിരിച്ചു പോയാൽ, ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ റോമാലേഖനം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ നിലവിളിച്ചു പറയും. സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഒരു പുണ്യസ്ഥലത്തും പോയിട്ടല്ല, ഒരു കർമ്മപ്രവൃത്തിയും ചെയ്തിട്ടല്ല, ഒരു പൈസയും ചെലവഴിച്ചിട്ടല്ല. സുവിശേഷം പറയുന്നു, രക്ഷിക്കപ്പെടണമെങ്കിൽ നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന. സ്തോത്രം. ദൈവത്തിന് മഹത്വം. 10:9 ഒന്ന് വായിച്ച് നിർത്തിക്ക്. 10:9. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. അപ്പോ ഇത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുണ്ടായതല്ല, ഇത് ദൈവത്തിന് നമ്മോട് കൃപ തോന്നിയത് കൊണ്ടുണ്ടായതാണ്. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാം കൃപയുടെ മക്കളാണ്, കരുണാപാത്രങ്ങളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇന്നത്തെ പള്ളികളിൽ പലതും നടത്തുന്ന ഈ നേർച്ച കാഴ്ചകളൊക്കെ ആർക്ക് പോകുന്നതാ? എന്തായാലും ദൈവത്തിന് പോകുന്നതല്ല. സ്തോത്രം.
ബാക്കി നിങ്ങൾ തന്നെ ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ കഴിക്കുന്ന നേർച്ചകളില്ലേ, സ്തോത്രം, കർത്താവിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേരും തിരിച്ചറിയണം, ഒരു നേർച്ചകളും ദൈവം സ്വീകരിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ നീതിക്കൊത്തവണ്ണം ഒരു നീതി ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാന്നറിയാമോ? തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു നേർച്ചകളുമല്ല, ഒരു കാഴ്ചകളുമല്ല. കർത്താവ് സ്വീകരിക്കുന്നത് നിന്റെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടെ അപ്പാ എന്ന് വിളിച്ചവന്റെ പാദപീഠത്തിലേക്ക് ചെല്ലാൻ നീ മനസ്സ് കാണിച്ചാൽ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്നവനാണ് എൻ്റെ ദൈവം. നമ്മൾ അവരിൽ നിന്നെല്ലാം വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ ഈ വചനത്താൽ ആമേൻ നടത്തപ്പെടേണ്ടവരാണ്. കർത്താവിന് മഹത്വം. സ്തോത്രം. നാളൊരിടത്ത് പോയപ്പോ വീട്ടിന്റെ ഭവനപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോയതാ, ഭവനപ്രതിഷ്ഠയ്ക്ക് വേണ്ടി. സ്തോത്രം. ഭവനപ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോയപ്പോ എല്ലാ റൂമിലും തുറന്നു കയറി പ്രാർത്ഥിച്ചു. അടുത്തിന് അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിലോട്ട് ആദ്യം ചട്ടിയെടുത്ത് അതിനകത്ത് എന്തോ ഒഴിക്കണം. നിങ്ങൾക്ക് എല്ലാം അറിയാം, എനിക്കറിയാം. പാലാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഒഴിക്കേണ്ടത്. ഒഴിച്ച് തീ കത്തിച്ച് അത് തിളയ്ക്കണം. തിളച്ചാൽ മാത്രം പോരാ, തിളച്ച് വെളിയിൽ എന്ത് ചെയ്യണം? കളയണം. കളഞ്ഞ് അത് ആ തീക്കകത്തോട്ട് ഇങ്ങനെ തിളച്ച് വീഴണം. ഇത് ബൈബിളിനകത്തുള്ളതല്ല, പക്ഷെ ഇന്നും ക്രിസ്ത്യാനികൾ പലരും ഇതാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്നത്. പാസ്റ്ററെ, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പഠിച്ച് ചെയ്യുന്നത്. എത്ര വിശ്വാസമൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ, വിടണം. നിങ്ങൾക്ക് തിരിച്ചറിയാത്ത മറ്റൊരു സത്യമുണ്ട്. ഇത് റിലേറ്റഡ് ആയി കിടക്കുന്നത് ഹിന്ദുയിസത്തിന്റെ ആമേൻ വേദങ്ങളുടെ വേരുകളിലേക്കാണ് ഈ ആചാരങ്ങളൊക്കെ വേര് പിടിച്ച് കിടക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കത്തിച്ച് മറ്റവര് കളഞ്ഞു, ഞാനും കളയുന്നു. ഇത് പോണത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. എന്തായാലും യേശുവും പരിശുദ്ധാത്മാവും ഒന്നും ഈ പാല് കുടിക്കാൻ വേണ്ടി വരൂല. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി വെക്കാനുള്ള വീടുകൾ ഞാൻ നോക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. ഈ തിളച്ച് കളയുന്ന പരിപാടിയൊക്കെ നമ്മൾ അങ്ങ് മാറ്റണം, നമ്മൾ മാറണം. നേരെ നടയിൽ എന്തിനു വരാൻ പാടില്ല, കിണർ വെക്കാൻ പാടില്ല. നീ ഇതൊക്കെ നോക്കി നോക്കി ഇരുന്ന് നീ ആ കുഴിക്കകത്ത് ഇപ്പോഴും ഇരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവ പൈതലിന്റെ മുമ്പിൽ ഒരു പിശാചിന് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. സ്തോത്രം. കർത്താവിന് മഹത്വം. പ്രാർത്ഥനയോടെ ഓരോ കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്യുന്നവന്റെ മുമ്പിൽ ഇതൊന്നും ബാധകമല്ലെന്നേ. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ഭവനത്തിനകത്ത് ഇന്നും പിശാച് കയറി കുടിയിരിക്കുക. കാരണം പിശാച് പറയുക, ഇവൻ ചെയ്യുന്നതല്ല എന്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ കൊച്ചിനെ ഇളിയിൽ നൂല് കെട്ടാത്തത് കൊണ്ട് ഇന്ന് വരെ എന്റെ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ പനിയും ചുമയൊക്കെ വരും. അത് ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും വരുമെന്നേ. സ്തോത്രം. കാലാവസ്ഥയുടെ മാറ്റം, അത് പ്രകൃതി നിയമം. അതെല്ലാവർക്കും ഉണ്ടാവും. മഴ നനഞ്ഞാൽ പനി വരും, വെള്ളത്തിൽ കളിക്കുമ്പോൾ ചുമ വരും, അതെല്ലാവർക്കും ഉണ്ടാവും. ഈ നൂല് കെട്ടാത്തതിന്റെ പേര് നീ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, ഇന്ന് അഴിച്ച് കളഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. സ്തോത്രം. പലതും അധികാരം പറഞ്ഞ് ഇന്നും ഇളിയിലിരിക്കുക. സ്തോത്രം. കർത്താവിന് മഹത്വം. പാസ്റ്റർ പറയുന്ന ഇടിയിൽ മാത്രമല്ല, ഇപ്പൊ കാലിലും ഒക്കെ ഉണ്ടെന്ന്. ഇനിയിപ്പോ ഇവരെ കെട്ടൊക്കെ എവിടെ കിടക്കണമെന്ന് ആർക്കൊക്കെ അറിയാം. ഉള്ള കെട്ടുകളെല്ലാം ഇന്ന് വലിച്ചു പൂച്ച് കളഞ്ഞിട്ട് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഭവനത്തിനകത്തുള്ള ബന്ധനങ്ങൾ. പാസ്റ്ററെ, പ്രാർത്ഥിച്ചിട്ട് രാത്രി കിടക്കുമ്പോ ആരോ കൊങ്ങയിൽ വന്ന് കുത്തി പിടിക്കണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സാധനം എന്തരോ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വിടാനുള്ളതും കളയാനുള്ളതും ഒക്കെ കളഞ്ഞിട്ട് ദൈവഭാഗത്ത് കൃത്യമായിട്ട് നിൽക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇപ്പൊ സ്ത്രീധനം എന്നുള്ള പരിപാടിയുണ്ട്. സ്വർണം 5 കിലോ സ്വർണം, ഞാൻ 5 കിലോ സ്വർണം ഇട്ടാണ് വന്നത്.
ഞാൻ 10 കിലോ അത് സ്തോത്രം. ഇപ്പൊ കച്ചവടമാണ് ഈ സ്വർണം വെച്ചുള്ള കച്ചവടം, സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത്, ഇങ്ങനെ ആഭരണം ഊരിയവരുടെ കുടുംബക്കകത്ത് സ്വർണ്ണംപരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഈ പ്രായോഗികമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ഞങ്ങളിങ്ങനെ സ്വർണ്ണവും ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചത് കൊണ്ട് പ്രായോഗികമായി കിട്ടിയ മറ്റൊരു കാര്യം, 28, 38 ഒന്നും ആകുമ്പോൾ ആരും വിളിച്ചെന്ത് ചെയ്യൂല, ചോദിക്കൂല, കെട്ടണില്ലേ 28 ആയല്ലോ, 38 ആയല്ലോ, 48 ആയല്ലോ, കെട്ടണില്ലേ എന്ന് ആരും വിളിച്ച് ചോദിക്കൂല. അത് മറ്റൊരു ഗുണമാണ്. പിന്നെ ഏത് ജംഗ്ഷനിലും ചെന്ന് വിശ്വസിച്ച് നിൽക്കാം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വിശ്വസിച്ച് നിൽക്കാം. ആരും കാതൊന്നും പൂച്ചോണ്ട് പോവില്ല, കഴുത്തൊന്നും പൂച്ചോണ്ട് പോവില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ കണ്ടെത്തലാണ് കേട്ടോ, ഇതെല്ലാം എൻ്റെ കണ്ടെത്തലാണ്. ഞാൻ ഇതിനെ പഠിച്ചപ്പോൾ എൻ്റെ കണ്ടെത്തലാണ് ഇതെല്ലാം. ഇനിയിപ്പോ ഇടുന്നവരെ കാര്യം, സ്തോത്രം, ഞാൻ പിന്നെ നോക്കിയ വേറെയും ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, എത്ര പൈസ ഉള്ളവനായാലും എത്ര ഇട്ടാലും ശവപ്പെട്ടിക്കകത്ത് വെക്കുമ്പോ ഇതെല്ലാം എന്തിരി ഊരി, പിന്നെ കൂടെ കിട്ടണ 2 സാധനം കാണും. വെപ്പ് പല്ലുണ്ടെങ്കിൽ അത് അതിനകത്ത് തന്നെ വെച്ചിരിക്കും, ആർക്കും വേണ്ട. നിന്റെ വെപ്പ് പല്ലും ആർക്കും വേണ്ട, നീ ഉപയോഗിച്ച കണ്ണാടിയും ആരും എടുത്തോണ്ട് പോവില്ല. ഈ 2 സാധനവും തിരികെ വയ്ക്കും. ബാക്കിയുള്ളതെല്ലാം കയ്യൂക്കുള്ളവൻ പതിയെ ചെന്ന്. ഇന്നാള് ഞാൻ നോക്കിയപ്പോ ഒരു ആന്റി മുത്തക്കം കാണണം. അയ്യോ, അമ്മ വിട്ടു പോയ തിരിച്ചു വന്നപ്പോ ഒരു മോതിരവും കൊണ്ടാണ് പൊങ്ങി വന്നത് അവര് കരഞ്ഞിട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇങ്ങനെ ആഭരണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അനാചാരങ്ങളിൽ നിന്നൊക്കെ കുറെയൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. കർത്താവിന് മഹത്വം. ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പിന്നെ പഴയ പരിപാടികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരല്ല, പഴയതിനെ ഉപേക്ഷിച്ച് പുതുതായി മാറിയവരാണ്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഇത് പറയുമ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, പക്ഷേ ഇതെല്ലാം അങ്ങ് ഉപേക്ഷിച്ച് പിന്നെ ഇതിനകത്ത് എന്തൊരു ഗുമ്മിരിക്കണം, ഒരു ഗുമ്മില്ലെന്ന്. ഹല്ലേലൂയ. ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് ഇപ്പൊ പാല് കാച്ചെന്ന് പറയുമ്പോ ഇതൊക്കെ ഒന്ന് തിളച്ച് കളഞ്ഞാലേ കാണാൻ ഒരു സുഖമുള്ളൂ, എങ്കിലല്ലേ ഇത് പാല് കാച്ചി എന്ന് പറയാൻ പറ്റൂ. ഹല്ലേലൂയ. ഇപ്പൊ കല്യാണത്തിന് ഒരു താലിച്ചരടെങ്കിലും എടുത്ത് കെട്ടിയല്ലേ, അവൻ കെട്ടിക്കൊണ്ട് വന്നതാണ്. എന്തിനെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ഇങ്ങനെയൊക്കെ ബന്ധിക്കപ്പെട്ടവരൊക്കെ ഇന്ന് ബന്ധിക്കപ്പെട്ട് തന്നെ ഇരിപ്പുണ്ട് പലരിടത്തും. സ്തോത്രം. കർത്താവിന് മഹത്വം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഇതിലെല്ലാം മുകളിൽ, എൻ്റെ പ്രവർത്തികൾക്കെല്ലാം മുകളിൽ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊരിക്കലും ഈ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. കണ്ണുനീരോടെ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് വീഴുമെങ്കിൽ നമ്മുടെ കരയുന്ന കണ്ണുനീരിനെ അവൻ മറികടന്ന് പോകുന്ന ദൈവമല്ല. നമ്മുടെ പ്രവൃത്തികളെക്കാൾ അപ്പുറമായിട്ട് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നടക്ക്. വിടേണ്ടതിനെയെല്ലാം ഉപേക്ഷിക്ക്, വിടേണ്ടതിനെ മാറ്റി നിർത്തേണ്ടതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം മതി എന്ന് പറയുവാൻ കഴിഞ്ഞാൽ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും
ആമേൻ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അപ്പൊ ഇസ്രായേലിന് എന്നെ പറ്റിയ തലമുറകൾ പലത് മാറി വന്നപ്പോൾ അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. രണ്ടാമത് അവരുടെ ആരാധനകളെല്ലാം ചടങ്ങായി മാറി. സ്തോത്രം. ഇന്നും പല സഭകൾക്കകത്തും ആരാധന ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭവന പ്രാർത്ഥനകൾ ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് ജീവിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ഭവനത്തിനകത്ത് ഏറ്റവും മുൻസ്ഥാനം ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വളർന്നു വരണം. എൻ്റെ അപ്പനല്ല ഈ വീട്ടിൽ പവർ, ഇതിനകത്ത് അപ്പൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അമ്മയ്ക്കല്ല എൻ്റെ ഭവനത്തിനകത്ത് ഏറ്റവും ആദ്യത്തെ പവർ ഇരിക്കുന്നത്, അവർ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അത് തിരിച്ചറിയണം. അത് തലമുറകളുടെ അകത്തേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. തലമുറകൾ മനസ്സിലാക്കണം, ഈ ഭവനത്തിനകത്ത് അധികാരമുള്ളത് എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മയ്ക്കല്ല. ഈ ഭവനത്തിനകത്ത് ഏറ്റവും വലിയ അധികാരമുള്ളത് ഇതിനകത്ത് വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് സർവത്തിൻ്റെയും അധികാരി, അവനാണ് സർവത്തിൻ്റെയും ഉടയവൻ. അവന്റെ കൃപയാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അവനെ വിളിക്കാതെ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ വേണം. ഞങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ആ ദൈവത്തിന്റെ കടാക്ഷം വേണം. ഞങ്ങളുടെ വാഹന നിയന്ത്രണത്തിൽ ആ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നാലേ പറ്റത്തുള്ളൂ. അത് തിരിച്ചറിയണം, അത് തിരിച്ചറിയണം, അത് തിരിച്ചറിയണം. പല ഭവനത്തിനകത്തും ദൈവത്തിന് പ്രാധാന്യമില്ല. പല പിള്ളേരും, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വിചാരിച്ചു വെച്ചേക്കുന്ന ദൈവം ഇരിക്കുന്ന പള്ളിക്കകത്താന്നാ. പള്ളിക്കകത്ത് ദൈവമില്ല. ദൈവം ഇരിക്കുന്ന നിന്റെ അകത്താ. ഓരോ വീടിനകത്തുവാ, ഓരോ കുടുംബത്തിന്റെ അകത്തുവാ, ഓരോ വ്യക്തികളുടെ അകത്തുവാ ദൈവം ഇരിക്കേണ്ടത്. അല്ലാതെ പള്ളിക്കകത്ത് വരുമ്പം മാത്രം ദൈവത്തെ പ്രസാദിക്കുന്നവരായിട്ടല്ല. നീ എവിടെ യാത്ര ചെയ്താലും നീ മനസ്സിലാക്കണം, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേൽ തലമുറ മാറി വന്നപ്പോൾ ആരാധനകൾ ചടങ്ങായി മാറി, ദൈവവുമായി ബന്ധമില്ലാത്തവരായി മാറി. മൂന്നാമത്, അവർ തങ്ങളുടെ പ്രവർത്തികളിൽ പ്രശംസിക്കാൻ തുടങ്ങി. തങ്ങളുടെ പ്രവർത്തികളിൽ പ്രശംസിക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ, പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രവർത്തികളിൽ പ്രശംസിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സമൂഹത്തോട് ഞാൻ പറയട്ടെ, എത്ര വലിയ കാര്യങ്ങൾ നിന്റെ കയ്യിലൂടെ ദൈവം ചെയ്താലും ഞാനത് ചെയ്തു എന്ന് പറഞ്ഞു ഒരു നിമിഷം പോലും ഞെളിയാനിട വരരുത്. കാരണം പ്രവർത്തികളിൽ പ്രശംസിക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല. നീ എപ്പം നിന്റെ പ്രവർത്തികളിൽ പ്രശംസിച്ച് തുടങ്ങോ, ദൈവം പറയും നീ സ്വന്തമായിട്ട് നടന്നോ മോനെ, എൻ്റെ സഹായം വേണ്ട. സ്തോത്രം. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന നീ എപ്പോഴും അപ്പനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണമെന്നാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പറയരുത് എൻ്റെ കരം കൊണ്ട് ഞാനിത് ചെയ്തെന്ന് പറയരുത്. ആമേൻ. നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന പല ദൈവദാസന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗിക്കാൻ വിളിച്ച് സ്റ്റേജിൽ അവസരം കൊടുത്തവർ ആദ്യം പറയുന്നത്, ഞാൻ കഴിഞ്ഞയാഴ്ച അമേരിക്കയിൽ പോയിരുന്നു, അതിൻ്റെ അങ്ങേയാഴ്ച ഞാൻ ഈ സൗദി അറേബ്യയിലായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച ഞാൻ ദുബായിൽ പോയിരുന്നു. അവിടെ ഞാൻ പോയി ചെന്ന് കയറിയപ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറയുന്ന ആളുകളുണ്ട്. പുതിയ നിയമത്തിനകത്ത് ഇങ്ങനെയുള്ള ആളുകളെ പറയുന്ന ആത്മപ്രശംസക്കാരെന്ന, ആത്മപ്രശംസക്കാർ, സ്വയം പ്രശംസ ചെയ്യുന്നവർ. ഇങ്ങനെയുള്ളവരെ ദൈവത്തിന് അറപ്പാണ്. സ്തോത്രം. അതുകൊണ്ട് എത്ര വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിലൂടെ ചെയ്താലും ഞാനത് ചെയ്തു എന്ന് നിന്റെ ഉള്ളം പറയരുത്. എൻ്റെ കരത്തെ ദൈവം ബലപ്പെടുത്തിയെന്ന് മാത്രമേ നിന്റെ ഉള്ളിൽ വരാവൂ. എത്ര സ്റ്റേജിൽ ദൈവം നിന്നെ നിർത്തിയാലും, എത്ര ഇടങ്ങളിൽ സുവിശേഷം പറയാൻ പറ്റിയാലും, എത്രമാത്രം സ്തോത്ര ഉയർച്ചകളിൽ നീ എത്തിയാലും പറയരുത് ഞാനത് ചെയ്തത് കൊണ്ട് എനിക്ക് ആമേൻ ഇത്രയും ഉണ്ടായി എന്ന് പറഞ്ഞ് സ്വയം പ്രശംസിക്കാൻ ഇടവരരുത്.
ഇസ്രായേലിലെ യഹൂദന്മാർക്കുണ്ടായ മൂന്നാമത്തെ തെറ്റാണ്, അവർ സ്വയം പ്രശംസിക്കുന്നവരായി മാറി, പ്രവർത്തികളിൽ പ്രശംസിക്കുന്നവരായി മാറി. നാലാമത് അവർക്ക് പറ്റിയത് ന്യായപ്രമാണം എന്ന നിഴലിനെ അവർ മുറുകെ പിടിച്ചു. അതിൻ്റെ പൊരുളായ ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ പൊരുളിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ന്യായപ്രമാണം, പഴയ ന്യായപ്രമാണം മുഴുവൻ വിരൽ ചൂണ്ടുന്നത് ഒരുവൻ വരുന്നുണ്ട്, ഒരുവൻ വരുന്നുണ്ട്, ഒരുവൻ വരുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ നമ്മൾ എടുത്ത് പഠിച്ചാലും അതിനകത്തെല്ലാം മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകങ്ങൾ, യാഗങ്ങളാകട്ടെ പെരുന്നാളുകളാകട്ടെ, എല്ലാം പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പെസഹ എന്ന് പറയുന്ന ഒരു പെരുന്നാളുണ്ട്, നമുക്കറിയാം. എല്ലാ പെരുന്നാളിനകത്തും ക്രിസ്തു ഉണ്ട്. പെസഹ എന്ന് പറയുന്ന പെരുന്നാൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തെ കുറിക്കുന്നതാ. യഹൂദന്മാരത് ചെയ്തു വന്നു, പക്ഷെ അവർക്ക് അതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ല. നീ ചെയ്യുന്നത് വെറും പ്രവർത്തികളായി മാറരുത്, നീ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ചിലർ ആരാധിക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, ഞങ്ങൾ ഇവിടെ ഇട്ട് തള്ളണം സ്തോത്രം. ചിലപ്പോ ദുഃഖം തോന്നും സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്തിനാണ് കൈകൊട്ടുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി, തനിയെ കൈകൊട്ടിക്കോളും. നമ്മുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ബന്ധുവാ. പുള്ളി ഇച്ചിരി സൗണ്ട് കൂടുതല. പുള്ളി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, പുള്ളി കാണുന്നവരോടെല്ലാം, പുള്ളിയുടെ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അവിടെ നിന്ന് സ്വത്രം എന്ന് വിളിച്ചു പറയും. സ്വത്രം. അപ്പൊ ഇങ്ങനെ സ്ഥിരം പുള്ളി പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ ചർച്ചിലോട്ട് പോകുന്ന ഒരു വഴിയാ. ബസ്സിറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരു മുറുക്കാൻ കടയുണ്ട്, മുറുക്കാൻ കട. അതിന്റെ ഇപ്പുറത്തെത്തുന്നതും പുള്ളി ആളെ കാണുന്നത് ഇവിടെ നിന്ന് വിളിക്കും, അപ്പച്ചോ സ്വത്രം. അപ്പൊ ഈ പുള്ളിയും പറയുന്നതുകൊണ്ട് ഈ അപ്പച്ചനും തിരിച്ചു പറയും, ആ സ്വത്രം 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 എന്ന് പറയും. അപ്പൊ ഈ പാസിനെ സ്വത്രം പാസ് എന്നാ വിളിക്കുന്നേ അപ്പച്ചൻ. അപ്പൊ ഒരു ദിവസം ചോദിച്ചു, പാസ് നിങ്ങൾ ഇത് എന്ത് ഭാഷ ഇത് പറയുന്നത്, ഇത് മലയാളം അല്ലേ, ഈ സ്വത്രം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ പാസ്റ്റർ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല അല്ലേ? ആ മനസ്സിലായില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ കൂടെ വന്നപ്പോ നിങ്ങളെ കണ്ടു. അതെ അതെ ആയിരുന്നു. ഞാൻ ഈ ആഴ്ച വന്നപ്പോഴും നിങ്ങളിവിടെ ഉണ്ട്. ആയുസോടെ വീണ്ടും കാണാൻ ദൈവം സഹായിച്ചതിന് നന്ദി എന്ന ആ വാക്കിന്റെ അർത്ഥം. അപ്പോഴാണ് ആ അപ്പച്ചൻ പറഞ്ഞത്, അങ്ങനെയാണ് പാസ്റ്റർ, എന്നാ സ്വത്രം സ്വത്രം സ്വത്രം. കർത്താവിന് മഹത്വം. ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞ് ചെയ്താൽ അനുഗ്രഹം കൂടും. പലർക്കും എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്തിനാണ് കൈയടിക്കുന്നതെന്ന് അറിയത്തില്ല, എന്തിനാ ഇവർ ഈ ബഹളം വയ്ക്കുന്നതെന്ന് അറിയത്തില്ല. സ്വത്രം. ഇതിനകത്ത് വന്നാലല്ലേ അതിന്റെ സന്തോഷം അറിയാൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ തിരിച്ചറിഞ്ഞ് സ്വത്രം ചെയ്യണം, തിരിച്ചറിഞ്ഞ്. ആമേൻ. അപ്പൊ ഈ യഹൂദന്മാർക്ക് എന്നാ പറ്റി? ന്യായപ്രമാണത്തിന്റെ നിഴലിൽ പിടിച്ചോണ്ട് അവരിയ്ക്കുക, പക്ഷെ പൊരുളായ ക്രിസ്തുവിനെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ക്രിസ്തുവിനെ അവരെന്ത് ചെയ്ത് കളഞ്ഞു? ക്രൂശിച്ച് കൊന്നു കളഞ്ഞു. അവർക്ക് ക്രിസ്തുവിൽ കൂടെയാണ് രക്ഷ വരാനിരിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടിയില്ല. അവർക്ക് യേശു പറയുന്ന വാക്കുകളെല്ലാം അവരെ കുറ്റം പറയുന്നതായിട്ട് തോന്നി. ഇന്നും എൻ്റെയും പ്രസംഗം ചിലർക്ക് ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നതായിട്ട് തോന്നും. ആരുടെയും കുഴപ്പമില്ല, നമ്മുടെ സ്ഥിതി അങ്ങനെയാണ്, നമ്മുടെ നേച്ചറാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്നാള് ആമേൻ സ്തോത്രം, ഒരിടത്ത് മീറ്റിങ്ങിന് പോയപ്പോ, മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആന്റി വന്ന് പറയാം, ഭാഷേ ഞാൻ ആരടുത്തും ഒരു ദോഷത്തിനും പോകാറില്ല, പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട്, എന്നെ എപ്പോ കണ്ടാലും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പാസ്റ്റർ അത് മാറാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മാറൂല ആന്റി, മാറൂല. ഞാൻ പറഞ്ഞു, അത് മാറൂല ആന്റി. അതെന്ത്? അത് അവരുടെ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനിയിപ്പോ സത്യം അറിഞ്ഞത് ആരേ ഉള്ളൂ? ആന്റിയെ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കി ഒന്ന് എന്ത് ചെയ്താൽ മതി? അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. മനുഷ്യനിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്നേ, പരാതികളെല്ലാം മാറിക്കോളൂ. സ്വതന്ത്രം. അല്ലെങ്കിൽ നമ്മൾ ഈ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടാ. അതിപ്പോ ആരാണെങ്കിലും, കുടുംബക്കാരാണെങ്കിലും, ചാർച്ചക്കാരാണെങ്കിലും, മക്കളാണെങ്കിലും, അമ്മയപ്പനാണെങ്കിലും ഒന്നും പ്രതീക്ഷിക്കരുത്. യേശു സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഇനിയിപ്പോ ഞാൻ അവനെ രക്ഷിച്ച ഉടനെ അവൻ എനിക്ക് ദശാംശം കൊണ്ട് തരും എന്ന് ഓർത്തിട്ടാണോ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ ദശാംശം കണ്ടോണ്ടൊന്നുമല്ല. പത്രോസിനെ യേശു ക്രിസ്തു സെലക്ട് ചെയ്തത് അവൻ 10 അയല പിടിക്കുമ്പോൾ 1 അയല എനിക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല. ആണോ?
ചുങ്കക്കാരനായ മത്തായിയെ വിളിച്ചപ്പോൾ അവൻ പിരിക്കുന്നതിൽ ഒരംശം 10-1 എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല. യേശു പറഞ്ഞു അതിനെല്ലാം കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറഞ്ഞു? അതിനെല്ലാം കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് നമ്മൾ കൊടുക്കുന്നത് പ്രതീക്ഷിച്ച് നമ്മളെ രക്ഷിച്ചതല്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പന്റെ കൃപ മാത്രം എന്ന് പറഞ്ഞാൽ കൃപയ്ക്ക് വേണ്ടി യാചിക്കാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ കൃപയാണ് നമ്മെ രക്ഷിക്കുന്നത്, ഓരോ ദിവസവും വഴി നടത്തുന്നത്. ദൈവത്തിന്റെ കൃപയാണ് പ്രിയപ്പെട്ടവരെ. ന്യായപ്രമാണത്തിന്റെ പൊരുളായ ക്രിസ്തു വന്നപ്പോൾ അവർ ക്രിസ്തു എന്ന പാറയിൽ തട്ടി ഇടറി വീണു. ഈ ക്രിസ്തുവിൽ തട്ടി ഇടറി വീണതുകൊണ്ട് അവർക്ക് എന്നാ സംഭവിച്ചെന്നറിയാവോ? അവർക്ക് എന്നാ സംഭവിച്ചേ? ഈ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും വന്നില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നേ? ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നില്ലെങ്കിൽ ഇപ്പൊ എന്തോ സംഭവിക്കാനാ? നമുക്ക് പെട്ടെന്നൊന്നും പ്രത്യേകിച്ച് തോന്നത്തില്ല, എന്നും പോകുന്ന പോലെ തന്നെ. പക്ഷെ ആ ഗ്രാഫിനകത്ത് വ്യത്യാസം വരുന്നത് നിനക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവത്തില്ല, ഒത്തിരി അകലെ ചെല്ലുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അയ്യോ, ഞാൻ ഒത്തിരി എന്ത് ചെയ്തല്ലോ, മാറിയല്ലോ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നീ അങ്ങ് അകന്നു പോവുകയല്ല ചെയ്യുന്നേ. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് കിലോമീറ്റർ കണക്കിന് നീ സഞ്ചരിച്ച് ദൂരെ പോവുകയല്ല ചെയ്യുന്നേ. ഒരു ദിവസം ആരാധന മുടക്കി എന്നാ സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. 2 ആഴ്ചയായി, അത് 3 ആഴ്ചയായി, 4-5 ആഴ്ച കഴിഞ്ഞു. പിന്നെ സ്വതന്ത്രം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ അകൽച്ച ഇങ്ങനെ കൂടി വന്ന് അവസാനം നീ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോഴാണ് പുറകിലോട്ട് ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ മനസ്സിലാകും എവിടെ നിന്നാണ് ഡീവിയേറ്റ് ചെയ്തതെന്നും ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നെന്നും. സ്വതന്ത്രം. അപ്പൊ ഇസ്രായേലിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഇസ്രായേല് യേശുക്രിസ്തു എന്ന പാറയിൽ തട്ടി അവർ വീണു, ഇടറി വീണു. സ്തോത്രം. അപ്പൊ പിന്നെ അവർക്ക് എന്നാ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം. അവരുടെ ഒന്നാമത്തെ കാര്യം, ദൈവ സാന്നിധ്യം അവരുടെ ഇടയിൽ നിന്ന് നഷ്ടമായിപ്പോയി. അതാണ് നമ്മൾ കഴിഞ്ഞ 9-10 അധ്യായങ്ങളിൽ കാണുന്നേ. ദൈവം ചേർത്ത് പിടിച്ച ജനത്തെ ദൈവം പയ്യെ അകറ്റി നിർത്തി. രക്ഷ ഡീവിയേറ്റ് ചെയ്ത് ജാതികളായ നമ്മളിലേക്ക് വന്നു. ഇതാരുടെ കാര്യമാണ് പറയുന്നത്? യഹൂദന്റെ കാര്യം മാത്രമല്ല, ആരാധന മുടക്കുന്ന എല്ലാവന്റെയും കാര്യമാണ്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടും. രണ്ടാമത്തെ കാര്യം, അവന്റെ ജീവിതത്തിനകത്ത് അവൻ സമാധാനമില്ലാത്തവനായി മാറി. മക്കളെ ഇവിടെ ശ്രദ്ധിച്ച്. രണ്ടാമത്തെ കാര്യം, യഹൂദൻ സമാധാനമില്ലാത്തവനായി മാറി. ഇന്ന് നിങ്ങൾ ഇവിടത്തെ ആരാധന കഴിഞ്ഞ് അവിടെ താഴോട്ട് ചെന്നിട്ട് 24 ന്യൂസ് ചാനൽ ഓണാക്കി നോക്കിയാൽ മതി. അന്ന് നഷ്ടപ്പെട്ട മനസമാധാനം ഇന്നും ഇസ്രായേലിന് തിരികെ കിട്ടിയിട്ടില്ല. ദൈവം അവരുടെ കൂടെ ഇല്ല. സ്തോത്രം. കർത്താവിന് മഹത്വം. അവർക്ക് ഇന്നും മനസമാധാനം കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലത്തെ വാർത്തയിൽ ഞാൻ കണ്ടത് യുദ്ധമാണ്. ഇറാനുമായിട്ട് ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യം ഇടയിൽ നിന്ന് നീങ്ങിയാൽ സമാധാനം നഷ്ടപ്പെടും. സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ ഈ സമാധാനം നഷ്ടമായത് എന്താണെന്ന് ചോദിച്ചാൽ, ശലോമോൻ പണിത അവരുടെ വലിയ ദേവാലയം, അവർ പുണ്യപുരാതനമായി കണ്ടുകൊണ്ടിരുന്ന ആ ദൈവാലയത്തിനെ 586 ബാബിലോണിയൻസ് വന്ന് യെരുശലേം ദേവാലയത്തെ ഇടിച്ചു കളഞ്ഞു. ഇടിച്ചു കളഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം എന്നാ ചെയ്തെന്നറിയാമോ? അടിമകളായിട്ട് പിടിച്ചോണ്ടുപോയി. ഏകദേശം 480 വർഷമാണെന്ന് തോന്നുന്നു. അടിമകളായിട്ട് പിടിച്ചോണ്ടുപോയി ഈ യഹൂദന്മാര്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടമായപ്പോൾ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു, പുനർസൃഷ്ടിക്കപ്പെട്ടു. ആ ദേവാലയം എന്ത് ചെയ്തെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കാലഘട്ടം കഴിഞ്ഞ് 70 ആയപ്പോൾ തീത്തോസ് കൈസർ യുദ്ധം ചെയ്ത് ആ ആലയത്തിനെ രണ്ടാമത് ഇടിച്ചു കളഞ്ഞു. സ്തോത്രം.
തീത്തോസ് കൈസരുടെ സൈന്യം വന്ന് ഈ ആലയത്തിലെ ഉപകരണങ്ങളെ എല്ലാം കൊള്ളയിട്ടുകൊണ്ട് പോയി. ഇനി അടിസ്ഥാനം നമ്മൾ പറയുന്ന പോലെ ബേസ്മെന്റിന്റെ അടിയിൽ വല്ലതും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആനയെ കൊണ്ടുവന്ന് ബേസ്മെന്റ് വരെ എന്ത് ചെയ്തു, കുത്തി തുറന്നു. ഇന്നാള് ഞാനൊരു വീടിന് സ്തോത്രം തറക്കല്ലിടാൻ പോയപ്പോ, തറക്കല്ലിടാൻ പ്രാർത്ഥിച്ച് കല്ലങ്ങോട്ട് വെക്കാൻ നേരത്ത് ഒരങ്കിൾ ഓടി വന്നിട്ട് പറയുകയാണ്, പാസ്റ്റേ നിക്കണം 1 മിനിറ്റ്. നോക്കിയോ, പോക്കറ്റിൽ തപ്പി ഒരു 5 രൂപ തുട്ട് അങ്ങേരെടുക്കുകയാണ്. സ്വോത്രം 5 രൂപ തുട്ടെടുത്ത് പൊതിഞ്ഞിട്ട് ഇതിന്റെ കല്ലിന്റെ അടിയിൽ എന്ത് ചെയ്യണം, ഇത് വെക്കണം. ഇതിന്റെ മേല് വേണം ഇതെന്ത് ചെയ്യാൻ, ഈ കല്ല് നിൽക്കാൻ ഐശ്വര്യമായിട്ട്. അടിയിൽ എന്ത് ചെയ്യണം, പൈസ വെക്കണം. ചിലര് പറയും സ്വർണം എന്ത് ചെയ്യണം, അടിയിൽ വെക്കണം. അല്ല, ഇനിയിപ്പോ നമുക്ക് സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സ്റ്റാൻഡ് വന്നു, ക്യാമറ വന്നു, വീഡിയോ അടുത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ആവശ്യങ്ങൾ ഇതാ കഴിഞ്ഞ ദിവസം ജോണ് പറയുകയായിരുന്നു, നമുക്കൊരു ഡൈനാടെക്കിന്റെ ബോക്സ് കൂടെ നമുക്ക് പറ്റുമ്പോ എടുക്കണമെന്ന്. സ്വോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, ഈ അടിയിൽ കൊണ്ട് കുഴിച്ചിടുന്ന സാധനം ഞങ്ങളതിൽ തന്ന ഇങ്ങനെ വല്ലതൊക്കെ വാങ്ങിച്ച് വെക്ക്, വല്ല ഉപയോഗം ഉണ്ടാവും. ദൈവത്തിന്റെ മഹത്വം. ഇങ്ങനെ വല്ലതും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നറിയാൻ സ്വോത്രം ഈ യെരുശലേം ദേവാലയത്തിന്റെ അടിസ്ഥാനം വരെ ആനയെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, കുത്തി ഇളക്കി. സ്വോത്രം. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് അടിയിൽ കൊണ്ട് കുഴിച്ചു വെക്കാനൊന്നും ആരും പോരുത്. ഈ ഒന്നും കുഴിച്ചിടാൻ വേണ്ടി പോകരുത്. അനുഗ്രഹം വരുമെന്ന് പറഞ്ഞ് നീ കുഴിച്ചിടുന്നത് നാളെ ഇതെല്ലാം തിരിഞ്ഞ് നിന്റെ മുതുകിലോട്ട് തന്നെ വരും. ചിലർ അനുഗ്രഹത്തിന് വേണ്ടി, എനിക്കറിയാം, വീടിന്റെ 4 മൂലയിലും കുഴിച്ചിട്ടാൽ എന്ത് ചെയ്യത്തുള്ളൂ, അനുഗ്രഹം വന്ന് കയറത്തുള്ളൂ. ഇത് ഞങ്ങൾ വന്നിരുന്ന അവിടെ അകത്തിരുന്ന് മുട്ടിടിച്ച് 4 പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 മൂലയിൽ ഇരിക്കണതിന് അവിടെ ഇരിക്കാൻ പറ്റൂല. അത് അവിടെ ഇരുന്ന് കുതിച്ചു ചാടി അവസാനം ദേഷ്യം ആരെടുത്ത്, ഈ വീട്ടുകാരെടുത്ത്. എന്നെ ഇവിടെ കൊണ്ട് വെച്ചത് യവനല്ലേ, പോണ പോക്കിന് നിനക്കായിരിക്കും ചവിട്ടും തന്നിട്ട് പോണത്. സ്വോത്രം. അതുകൊണ്ട് കുഴിച്ചിട്ടവരൊക്കെ ഉണ്ടെങ്കിൽ തോണ്ടിയെടുത്ത് ഇപ്പോഴേ മാറ്റിക്കോണം. ദൈവത്തിന് മഹത്വം. രണ്ടും കൂടെ ഒരുമിച്ച് പോകൂല, നല്ല അടി തലയിൽ വരും. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ AD 70 യെരുശലേം ദേവാലയം പൊളിക്കപ്പെട്ടു. ആ പൊളിക്കപ്പെട്ട ദേവാലയം ഇന്ന് വരെയും പണിതെടുക്കാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല. അതൊരു പ്രവചനത്തിന്റെ നിവർത്തി കൂടെയാണ്. കാരണം പഴയ നിയമ കാലഘട്ടം അവസാനിച്ചു എന്ന് യേശുക്രിസ്തുവിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇന്ന് വരെയും സ്തോത്രം ഈ യെരുശലേം ദേവാലയം പുതുക്കി പണിയാൻ കഴിയാത്തത്. കാരണം എന്നാന്നറിയാമോ, അക്ഷയമായ സ്തോത്രം മാനുഷ നിർമ്മിതമായ കെട്ടിടങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് യേശുക്രിസ്തു ഉറക്കെ പ്രഖ്യാപിച്ചു. പഴയ നിയമ കാലഘട്ടത്തിൽ നിങ്ങൾ പണിത ദൈവാലയത്തിന്റെ അകത്തായിരുന്നു ദൈവ തേജസ് ഇറങ്ങിയെങ്കിൽ, ഇന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നത് ഒരു ദൈവാലയത്തിന്റെയും അകത്തല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം. കർത്താവ് പറഞ്ഞു, അന്ന് സാന്നിധ്യം ഇറങ്ങി വന്നത് ഈ പള്ളിയുടെ 4 ഭിത്തിക്കുള്ളിലായിരുന്നെങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ വ്യത്യസ്തമാക്കി പണിയാൻ വേണ്ടി പോവുകയാ. അത് ഈ 4 ചുവരിനുള്ളിലല്ല ഒതുങ്ങുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയങ്ങളെ അവൻ മാംസളമായ ഹൃദയമാക്കി, വചനത്തിനെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് എഴുതിപ്പിടിപ്പിച്ച് നിന്നെ വ്യക്തിപരമായി ദൈവത്തോടവൻ അടുപ്പിക്കുകയത്രേ ചെയ്തത്. എത്ര നല്ല കർത്താവ്. അതുകൊണ്ട് യേശുക്രിസ്തു നമ്മെ ചേർക്കാൻ വരുന്നത് വരെയും ഇസ്രായേലിന് ആലയം പണിയാൻ പറ്റത്തില്ല. അവൻ പണിയും. എന്നാണെന്നറിയാമോ, നമ്മുടെ ഉൽപ്രാവണത്തിന് ശേഷം അവൻ ആലയം പണിയും. സ്തോത്രം. കാരണം അതുവരെ പൊരുളായിട്ടുള്ള സാധനം ഈ ലോകത്തിലുണ്ട്. അതാരാ? നമ്മളാ. നമ്മൾ ഇവിടെ നിന്ന് എന്ന് പറന്നുയരും അന്ന് മാത്രമേ ഇസ്രായേലിന് ആലയം പണിത് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പ്രത്യാശയുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. 11-ാം അധ്യായത്തിൽ പറയുക, അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, സ്വതന്ത്രം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ എഴുതാനുണ്ടായതിന്റെ ഒരു പർപ്പസ് ഉണ്ട് എന്ന് പറഞ്ഞ, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദന്മാരല്ലാത്ത വിശ്വാസികളുണ്ട്. അവർ കൂടിയിരിക്കുക. കൂടി വന്നപ്പോൾ പുതിയ വിശ്വാസി എന്ത് ചെയ്യുന്നു? പിറ്റേ ആഴ്ചത്തെ ആരാധനയ്ക്ക് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് കുറച്ച് വിശ്വാസികൾ വന്നിരിക്കുന്നു. നമുക്ക് പിടിക്കുവോ? സ്തോത്രം. നമ്മളിവിടെ നമ്മുടെ തറവാടാണെന്നും പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് പുതിയ വിശ്വാസികൾ
കയറി വരികയാ. സ്വോത്രം. ഇരുന്ന വിശ്വാസികൾക്ക് അതത്ര എന്ത് ചെയ്തില്ല, രസിച്ചില്ല. സ്വോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ പല ചർച്ചകൾക്കകത്തും മെയിൻ അടി ഈ വിഷയത്തിനകത്താണ്. സ്വോത്രം. ഇന്നലെ വന്നവന് പാസ് കൂടുതൽ സമയം കൊടുത്തു, ഇന്നലെ വന്നവന് പാസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പാസിന് ആ കുടുംബത്തിനോടൊരു പ്രത്യേക താല്പര്യം. ഞങ്ങൾ ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരാണ്. നീ ഇവിടെ വർഷങ്ങൾ കൊണ്ടിരുന്നിട്ട് വല്ല ഗുണമുണ്ടായോ? ആ പാ തേഞ്ഞ് തീർന്നതല്ലാതെ, കസേരയുടെ 2 കാല് തേഞ്ഞ് തീർന്നതല്ലാതെ. സ്വോത്രം. അതുകൊണ്ട് അസൂയ മാറ്റി വയ്ക്കണം. എല്ലാവരും വരണം. ആരാനിക്ക് പുതിയ ആളുകൾ എന്ത് ചെയ്യണം? വരണം. പഴയവരും വരണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് സഭ. അതിനകത്ത് യഹൂദനെന്നോ യവനനെന്നോ, ഞാൻ ബ്രാഹ്മണനെന്നോ നീ ശൂദ്രനെന്നോ വൈശ്യനെന്നോ, ഇതിനകത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നും പോകത്തില്ലേ. ഇത് ദൈവത്തിന്റെ സഭയാണ്. അങ്ങനെയൊക്കെ കളിക്കാൻ വന്ന സഭയ്ക്കകത്തുനിന്ന് കർത്താവ് നിന്നെ അടിച്ചു പുറത്താക്കും. ദൈവത്തിന്റെ മഹത്വം. ഇതിനകത്ത് ജാതിയില്ല, ഇതിനകത്ത് മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഭാഷയില്ല, ഒരു വ്യത്യാസമില്ല. ഇത് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കഴുകൽ പ്രാപിച്ച മണവാട്ടി സഭയാണ്. അപ്പൊ യഹൂദന്മാര് വന്നപ്പോ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ജാതികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് ചിലര് പറയാൻ തുടങ്ങി, ഇവര് തള്ളപ്പെട്ടവർ ആണ്. ഇവരെ തള്ളിയപ്പോഴാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തേ? തെരഞ്ഞെടുത്ത. ഇവരെ ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവം ഇവരെ തള്ളിക്കളഞ്ഞ്. അവള് വീണ്ടും ആരാധിക്കാൻ വേണ്ടി കയറി വന്നിരിക്കുകയാണ്. ഇവളെ കാര്യം നമുക്കറിയാം. അപ്പുറത്തെ പള്ളി പൊളിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. സ്വോത്രം. പരസ്പരം നുണയും കൊതിയും അസൂയയും ഒക്കെ പറയാൻ തുടങ്ങി. സ്വോത്രം. ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഈ ന്യൂസ് എവിടെ എത്തിയെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിന്റെ ചെവിയില് എത്തി. കാരണം യഹൂദന്മാരായ വിശ്വാസികൾ ഇവിടെ വന്നപ്പോൾ അവരെ അംഗീകരിക്കാൻ പറ്റാതെ ഇവർ തള്ളപ്പെട്ടവരാണെന്ന് ഒരു കൂട്ടം പേരെന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അവരെ ഒന്ന് ശാസിക്കാൻ കൂടെയാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതുന്നത്. 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. അതാണ് താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഭാഷയൊക്കെ പതിയെ അങ്ങ് മാറുന്നത്. കഴിഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ സഹോദരങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് ഞെളിയാതെ ഭയപ്പെടാൻ. സ്വോത്രം. ഇരുന്ന് എന്ത് ചെയ്യരുത്? ഞെളിയരുത്. 11-ാം അധ്യായത്തിന് താഴോട്ട് വായിക്കാൻ നിങ്ങൾക്ക് കാണാം. സ്വോത്രം. നിന്നെ ദൈവം ഒട്ടിച്ച് ചേർത്തെങ്കിൽ മര്യാദയ്ക്ക് എന്തോണം? ഇരുന്നോണം. അവിടെ ഇരുന്നോണ്ട് എന്ത് ചെയ്യരുതെന്ന്? ഞെളിയരുത്. ഞെളിഞ്ഞാ എന്നാ ചെയ്യും? അവനെ വെട്ടിയ ദൈവത്തിന്റെ കയ്യിലെ കോടാലിക്ക് ഇന്നും മൂർച്ച കുറഞ്ഞിട്ടൊന്നുമില്ല. നിന്നെയും വെട്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്ത് കളയാം. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. പലരും കസേരയിരുന്ന് ഞെളിയുന്നുണ്ട്. പാസ് നിർത്തുന്നില്ലല്ലോ ഒന്ന്. സ്വോത്രം. ഞെളിയണ്ട, ഞാനിപ്പോ നിർത്തും. അവരെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് പൗലോസ് 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുകയാണ്. 1-2 വായിച്ച് നിർത്താം. ഞാൻ വിചാരിച്ചിന്ന് പകുതി കഴിയുമെന്ന്, തീർന്നില്ല. വായിക്കാം. 11-ന്റെ 1-2. അപ്പൊ അതാ ജാതികളോട് ചോദിക്കുകയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. അടുത്ത്, ഞാനും ഇസ്രായേലിയനല്ലോ. അടുത്ത്, ആമേൻ, ഞാനും ഒരു ഇസ്രായേലിനാണ്. അതുകൊണ്ട് ദൈവം, നിങ്ങൾ വിചാരിക്കരുത് ഇസ്രായേലിനെ മുഴുവനും ദൈവം എന്ത് ചെയ്തെന്ന് തള്ളിക്കളഞ്ഞെന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനും ഒരു ഇസ്രായേലിനാണ്. സ്തോത്രം. ദൈവം ഇസ്രായേലിനെ മുഴുവനും തള്ളിക്കളഞ്ഞെങ്കിൽ പൗലോസായ ഞാൻ എങ്ങനെ നിങ്ങളോട് സുവിശേഷം പറയും? എല്ലാത്തിനെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുക, കൃപയാൽ ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. കൃപ കിട്ടിയത് നിങ്ങൾക്ക് മാത്രമല്ല. അയ്യോ, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ മാത്രം സേവായി എന്നല്ല. നിന്റെ അടുത്തിരിക്കുന്നവനെ കൂടെ ചേർത്ത് പിടിച്ച് നീ സ്നേഹിക്കാൻ നീ പഠിക്കണം. അവന്റെ കുറ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കരുത്. അവനെ പുറത്താക്കി എന്ന് പറയരുത്. അവൻ സ്വതന്ത്രം. അടുത്തവന്റെ വീട്ടിനകത്ത് അനർത്ഥം നടക്കുമ്പോ അതെന്റെ ദൈവം കൊടുത്ത പണിയാണെന്ന് നീ പറയരുത്. അത് നിന്റെ ആത്മീക പക്വതയെയാ കാണിക്കുന്നേ. സ്വോത്രം. ഹല്ലേലൂയ. ഒരുവന്റെ തകർച്ച കാണുമ്പോ ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ചെന്ന് അവന്റെ മുറിവിനകത്തുകൂടെ ഒരു കുത്തുകൂടെ കുത്താൻ നിൽക്കരുത്. അവനോട് പറയണം, നമുക്ക് പ്രാർത്ഥിക്കാം സഹോദര, നിന്റെ തകർച്ചകളെ യേശു മാറ്റും.
ഞാനും ഇതുപോലെ ഒരിക്കൽ തകർന്നു കിടന്നതാ. എന്നെ പണിത ദൈവം നിന്നെയും പണിയുമെന്ന് സ്നേഹത്തോടെ പറയാൻ പറ്റണം. അല്ലാതെ ഞാൻ വലിയ ആളാണ്, എൻ്റെ കുടുംബത്തിനൊന്നും പറ്റത്തില്ല, നിന്റെ കുടുംബത്തിനകത്ത് വന്നത് ദൈവകോപമാണെന്ന് പറഞ്ഞവനെ തള്ളിക്കളയരുത്. മുറിഞ്ഞവനെ ചേർത്ത് പിടിക്കാനുള്ള അഭിഷേകമാണ് യേശു ക്രിസ്തു നിന്റെ മേൽ പകർന്നിരിക്കുന്നത്.